എല്ലാവരും ട്രെയിനിങ് ഫസ്റ്റ് ട്രെയിനിങ് അറ്റൻഡ് കണ്ടിട്ടുണ്ടാവും. എന്നാലും ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. കാരണം ചിലപ്പോൾ മെമ്മറിയിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പൊ നമ്മൾ റിലീസ് ഫസ്റ്റ് നമ്മൾ റിലീസ് ചെയ്യുന്നു. ആ റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഒരു ബാഗ് എടുത്ത് ഇവിടെ പാമ്പിന്റെ തലയോ വാലോടെ ഉണ്ടോന്ന് ഉറപ്പ് വരുത്താം. ഇങ്ങനെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ മതി. പെട്ടെന്ന് ധൃതി പിടിച്ച് പലരും ധൃതി പിടിച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യണ്ട, നിങ്ങളുടെ സേഫ്റ്റിയാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത്. നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഇവിടെ വാലോ തലവില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഉപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യാം. ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ പാമ്പിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നിൽക്കുക. നമ്മൾ പലരും ഇവിടെ നിന്നിട്ട് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മള് പാമ്പിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നിന്നിട്ട് അതിലേക്കായിട്ടായിരിക്കുന്നു. അതിനുശേഷം ഒന്ന് വെറുതെ റിലീസ് ചെയ്യാനുള്ള സമയത്ത് നമ്മൾ നേരെ പാമ്പിന്റെ ഈ ഒരു ഡയറക്ഷനിലേക്ക് നിൽക്കുന്നു. നമുക്ക് റിലീസ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് എടുത്തത്. നമ്മൾ പുറത്തുനിന്ന് നമ്മൾ ഈ ഹുക്ക് എടുക്കുന്നത്. നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാമ്പ് ചിലപ്പോൾ അങ്ങോട്ട് പൊക്കോളും. അപ്പൊ നമ്മള് ഈ ഒരു ഓപ്പൺ സ്പേസ് ആണ്, അതുകൊണ്ട് നമ്മളിവിടെ ഈ കോർണർ സ്റ്റിച്ചിൽ മാത്രം ഹാൻഡിൽ ചെയ്യാം. നേരത്തെ പലരും ഇവിടേക്ക് പോയി പിടിക്കുന്നതായിരുന്നു, ഡേഞ്ചറാണ്. ഈ കോർണർ സ്റ്റിച്ചിൽ നമുക്ക് ഈ ഹുക്ക് വെച്ച് നമുക്ക് സേഫ് ആവാൻ വേണ്ടി നമ്മൾ ബാഗ് മാറ്റി വെച്ചു. അതിനുശേഷം പാമ്പിനെ എടുത്ത് നമ്മൾ ബുക്ക് ചെയ്തു. പാമ്പിനെ എടുത്തിട്ട് ഒന്നിവിടെ നല്ല സർഫേസ് ആണ്, അതുകൊണ്ടാണ് പാമ്പ് ഡിസ്കംഫർട്ട് ആയിട്ടുള്ളത്. പതുക്കെ എടുക്കുക. അപ്പൊ തന്നെ നമ്മൾ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പതിയെ എല്ലാം വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പതിയെ കുടലിനെ വാല് വിടുക. വാല് വിട്ടതിന് ശേഷം നമ്മളിവിടെ പോവാനായിട്ട് പെട്ടെന്ന് പോയിട്ടുണ്ട്. പോയില്ലെങ്കിൽ നമ്മൾ വാലില് പലരും ഇങ്ങനെ കുത്താറുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു എന്താ പറയാ വെട്ടിബ്രേക്ക് കംപ്ലൈന്റ് വരാം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുക, സൈഡിലേക്ക് ടച്ച് ചെയ്ത് പാമ്പ് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ പാമ്പിന്റെ വാലോ തലയോ തിരിച്ചു വന്നില്ലെങ്കിൽ വാല് കടന്നു പോയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം നമ്മളിവിടെ വെച്ച് ഇവിടെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അറിയാം പാമ്പ് അവിടെ സേഫ് ആയിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ച് നീക്കി ഇങ്ങോട്ട് വെക്കുക. ഒന്നല്ലെങ്കിൽ ഇങ്ങോട്ട് വെക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഹാൻഡിലിന്റെ ഭാഗം ഈ ഒരു ഭാഗം വെക്കാം. അതിന് ശേഷം നമ്മളിവിടെ കാല് വെച്ച് ബ്ലോക്ക് ചെയ്യാം. ബ്ലോക്ക് ചെയ്തിട്ട് നമ്മള് ഈ കട്ട അവിടെ നീക്കി ഒന്ന് നോക്കുക. ആ വാലോ തലയോ ഒന്നുകൂടെ കൺഫേം നമുക്ക് ഇല്ലാന്ന്. ഞാൻ ശേഷം ഒന്ന് പിരിക്കുക. വേണമെങ്കിൽ നമുക്ക് കൂടെ നീക്കാനുള്ളൊരു ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ കുറച്ച് നീക്കിയിട്ട് വയ്ക്കുക. ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടിന് ഇവിടെ ഇങ്ങോട്ട് കാല് വയ്ക്കുക. അത് നിങ്ങളുടെ ആ ഒരു ഇതെന്തിട്ട് പതുക്കെ വലിച്ചു നമ്മൾ കുറച്ചൊന്ന് ചുരുട്ടി കെട്ടുന്നതും നമുക്ക് പെട്ടെന്ന് അഴിക്കാവുന്ന രീതിയിൽ കെട്ടുക. അതിന് ശേഷം നമ്മൾ ഇതെടുത്ത് ഇവിടെ കൊണ്ടുപോയിക്കുക. ഇതാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാറ് അത് എന്താ പറയുക നോക്കുന്നത്. ക്ലിയർ അല്ലേ? ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നായിരിക്കും, എന്നാലും നമ്മുടെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു നോക്കാം. സേഫ്റ്റി റെസ്ക്യൂ ചെയ്യാൻ പണ്ടെന്തായിരുന്നു പാമ്പ് പിടുത്തായിരുന്നു. ഇപ്പൊ റെസ്ക്യൂ ആണ്. ഈ ഹുക്ക് ഉപയോഗിക്കുന്നത് എന്തിനാ? നമ്മുടെ പാമ്പിനെ ഐഡിയ നമ്മുടെ സേഫ്റ്റി മാത്രമല്ല, പാമ്പിന്റെ സേഫ്റ്റി, നമ്മുടെ സേഫ്റ്റി ഫസ്റ്റ് പ്രയോറിറ്റി അതാണ് നമ്മുടെ സേഫ്റ്റി. അപ്പൊ ഈ ഹുക്ക് ഉപയോഗിച്ച പാമ്പിനെ ഗൈഡ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരാനാണ് ഉപയോഗിക്കുന്നത്. പാമ്പ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നാൽ എന്താ, അവരുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഫ്രീ റെസ്പോൺസ് ആണ്, രക്ഷപ്പെടുക എന്നുള്ളതാണ്. അങ്ങ് ഓടി നമ്മളെ കടിക്കുക എന്നുള്ളതല്ല. അത് ഉപയോഗിച്ചാണ് നമ്മൾ ബാഗ് കയറുന്നത്. അപ്പൊ ഇതേ ഹുക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ പഴയ രീതിയിൽ പോയാൽ എങ്ങനെയാ ശരിയാവുക? ഇതേ ഹുക്ക് ഉപയോഗിച്ചിട്ട് തല കുത്തിപ്പിടിക്കുക. ഒരു 10-15 വീഡിയോ വരുന്നു, എല്ലാത്തിനും തല കുത്തിപ്പിടിക്കുക. അപ്പൊ എന്താ പ്രശ്നത്തില് പാമ്പ് അഗ്രസീവ് ആവും. നമ്മൾ ഈ ചെയ്യുന്നതിന്റെ ഉദ്ദേശം നടക്കുന്നില്ല. പിടിക്കുക എന്നുള്ളത് മാത്രമല്ല ഇതിന്റെ ഉദ്ദേശം. കൃത്യമായിട്ട് സേഫ് ആയിട്ട് പിടിക്കുന്ന ആൾക്കും പിടിക്കപ്പെടുന്ന പാമ്പിനും പ്രശ്നമില്ലാതെ പിടിക്കുക എന്നുള്ളതാണ് ബാഗ് അല്ലെങ്കിൽ ബുക്ക് ആൻഡ് ബാഗ് റെസ്ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നേരത്തെ ജോജുവും കാണിച്ച പോലെ സാറ് ഒരു ഡെമോ കൂടി ചെയ്യും. അതിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശം. ഗൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കടി കിട്ടാതെ ഇരിക്കുക എന്നുള്ളതും. ഇപ്പൊ നേരത്തെ പുറത്ത് ചെയ്തപ്പോ വളരെ കാമായിരുന്ന പാമ്പുകള് അകത്തേക്ക് വന്നപ്പോ അഗ്രസീവ് ആയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഗ്രിപ്പ് കിട്ടുന്നില്ല. അപ്പൊ പാമ്പ് പാനിക് ആവുകയാണ്.
എത്രത്തോളം പിടിക്കുന്ന ആള് കാമായിട്ട് നിൽക്കുന്നോ പാമ്പ് അത്രത്തോളം കാമായിട്ട് നിൽക്കും. നമ്മൾ ചാടാനും ഇതിനെ വലിച്ചെറിയാനും ഓടാനും നിൽക്കുമ്പോ ശരിയാണ്, പേടി എല്ലാവർക്കും ഉണ്ടാവും. പേടി നല്ലതാണ്, പേടി വേണോ, പക്ഷെ ട്രൈ ടു ബി ആസ് കാം ആസ് പോസിബിൾ. ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഡെമോ ചെയ്തു. അപ്പൊ അതില് ചെയ്ത് കാണിക്കുകയും എടുത്തു പറയാൻ വിട്ടു പോവുകയും ചെയ്ത ഒന്ന് രണ്ട് സംഗതികൾ മാത്രം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പാമ്പ് കയറി, പാമ്പിനെ നമ്മളിങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ട് വരുന്നു, അത് കയറുന്നു. കയറാൻ നേരത്ത് മാക്സിമം റൈറ്റ് ഹാൻഡ് ഹാൻഡലർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് കൊണ്ട് തന്നെ ഇങ്ങോട്ട് കയറ്റി വിടുന്നതാണ് ഏറ്റവും എളുപ്പ വഴി. കയറി കഴിഞ്ഞു, നമ്മള് കയറിയോ എന്ന് പരിശോധിക്കുന്നത് ഹുക്ക് പിടിക്കുന്നത് ഇങ്ങനെ വളരെ സിമ്പിളായി രണ്ട് വിരലുകൾ ഇങ്ങനെ പിടിച്ച് അമർത്തിയല്ല. നേരത്തെ സന്ധ്യദാസ് പറഞ്ഞതിന്റെ കണ്ടിന്യൂഷനാണ്. അതായത് ഈ ഹുക്ക് കൊണ്ട് അമർത്തി പിടിക്കാതിരിക്കുക എന്നുള്ളത് പാമ്പിന്റെ സേഫ്റ്റിയെ കരുതി അതിന്റെ നട്ടെല്ലിന് ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്ന സംഗതിയാണ്. അതുപോലെ പാമ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അമർത്തി ഇവിടെ പ്രസ് ചെയ്താലും ഈ ഒരു ഡാമേജ് പാമ്പിനുണ്ടാവും. അതുകൊണ്ട് കയറിയോ എന്ന് നോക്കുന്നത് ഈ കയ്യിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് തൂക്കിയിട്ടിരിക്കുന്ന ഹുക്ക് കൊണ്ട് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ഹുക്ക് ക്രോസ് ചെയ്തിരുന്നു. ഇതൊരു ലോക്കാണ്. ഹുക്ക് ക്രോസ് ചെയ്തിടുമ്പോഴേക്കും പിന്നെ പാമ്പ് അപ്പുറവും നമ്മൾ ഇപ്പുറമായി. നേരത്തെ റിലീസ് ചെയ്യാൻ വേണ്ടി ജോജു പറഞ്ഞു പാമ്പ് മറുവശവും നമ്മൾ ഇപ്പുറമായിരിക്കണം. ഇടയ്ക്കൊരു ലോക്ക് ഉണ്ട്, അതാണ് ഹുക്ക്. ആ ഹുക്ക് ഇട്ട് ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇഷ്ടിക മാറ്റി ഈ പൈപ്പ് ഒന്നും കൂടി പൊക്കി നോക്കി ഒന്ന് പൈപ്പ് വെച്ച് തന്നെ ഒന്ന് പിരിച്ചു. ഇത് രണ്ടാമത്തെ ലോക്കാണ്. ഈ പിരി എന്ന് പറയുന്നത് രണ്ടാമത്തെ ലോക്കാണ്. ഈ രണ്ടാമത്തെ ലോക്ക് വന്നതിന് ശേഷം ഈ ഹുക്ക് ചെറുതായിട്ടൊന്ന് പൊക്കി അതിന്റെ പിടിയുടെ ഇപ്പുറത്തേക്ക് ബാഗ് നീക്കിയിട്ടിട്ട് രണ്ടു വശവും ചവിട്ടി പിടിച്ചിട്ടാണ് വലിച്ചടുപ്പിക്കുന്നത്. ഈ വലിച്ചടുപ്പിക്കുന്നത് ഹുക്ക് തിരിച്ചാണ് ഇട്ടത്. ഈ സൈഡിലാണ് നമ്മൾ ചവിട്ടി പിടിച്ച് വലിച്ചടുപ്പിക്കുന്നതെങ്കിൽ ബാഗ് ഒരു 3-4 റെസ്ക്യൂ കഴിയുമ്പോഴേക്കും കീറും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഹുക്കിനോട് ചേർന്നുള്ള ആ ഒരു ഗ്യാപ്പിലേക്ക് ഇട്ട്, അല്ല ഈ പിടിയോട് ചേർന്നുള്ള ആ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് ബാഗിന് പരിക്കൊന്നും പറ്റാത്ത രീതിയിൽ, പാമ്പിനും പരിക്കൊന്നും പറ്റാത്ത രീതിയിൽ വലിച്ചടുപ്പിച്ച് റെസ്ക്യൂ ചെയ്യാൻ പറ്റും. ആ മൈന്യൂട്ട് ആയിട്ടുള്ള സംഗതികൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡെമോ ചെയ്തിട്ടും പറയാൻ വിട്ടുപോയ സംഗതികൾ ക്ലിയർ ആയിട്ട് പറയുന്നത് കേട്ടോ.